ഇതെന്റെ ബർത്ത്ഡേക്ക് പപ്പ വാങ്ങി തന്നതാ. എനിക്കിഷ്ടപ്പെട്ടു, സൂപ്പർ ആട്ടോ. കൊള്ളാം, എനിക്കും ഇഷ്ടപ്പെട്ടു. ഇതെന്റെ കയ്യിലൊന്ന് കെട്ടി നോക്കാൻ തരാവോ? തരാലോ. ഞാനും ഒന്ന് നോക്കട്ടെ. എനിക്കും മാത്യൂസിനെ പോലെ ഒരു സ്മാർട്ട് വാച്ച് കിട്ടണമെന്ന് ആഗ്രഹമുണ്ട്. എന്ത് ചെയ്യാനാ? അമ്മയ്ക്ക് വല്ലപ്പോഴും ഒരു പണി കിട്ടും. ആ പൈസ കൊണ്ടാ എല്ലാ കാര്യങ്ങളും നടത്തുന്നത്. എനിക്കും ആഗ്രഹമില്ലെന്നാണോ നീ വിചാരിച്ചത്? എന്റെ വീട്ടിലും നല്ല ബുദ്ധിമുട്ടാ. ഞാനൊരു കാര്യം പറയട്ടെ. എന്താ കാര്യം? എങ്ങനെയെങ്കിലും നമുക്ക് പൈസ ഉണ്ടാക്കി ഒരു സ്മാർട്ട് വാച്ച് വാങ്ങിയാലോ? അടുത്ത ക്രിസ്മസിന് സ്മാർട്ട് വാച്ച് കിട്ടി വേണം നമുക്ക് പള്ളിയിൽ പോകാൻ. എങ്ങനെയാ നമ്മൾ പൈസ ഉണ്ടാക്കുന്നത്? അതോ, വഴിയിൽ കിടക്കുന്ന പ്ലാസ്റ്റിക് കുപ്പികളില്ലേ, അതെല്ലാം പെറുക്കിയെടുക്കണം. ഒരെണ്ണത്തിന് 2 രൂപ വീതം കിട്ടും. കൊള്ളാം, നല്ല ഐഡിയ. ഏത് കാര്യവും പ്രാർത്ഥിച്ചിട്ട് തുടങ്ങണമെന്നല്ലേ ടീച്ചർ പറഞ്ഞിരിക്കുന്നത്? നമുക്ക് പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചാലോ? ശരിയാ, പോകാം. നാളെ വാഗമൺ റൂട്ടിൽ പോകണം. അവിടെ ഇഷ്ടം പോലെ കിട്ടും. തോമസ് മാനുവലും അല്ലേ അത്? അവരെന്താ പ്ലാസ്റ്റിക് കുപ്പികളെല്ലാം പെറുക്കുന്നത്? അവരെ ഒന്ന് കളിയാക്കാം. അവര് പറയുന്ന ഒന്നും മൈൻഡ് ചെയ്യണ്ട. നീ എന്താ ഇവിടെ നിൽക്കുന്നത്? സ്കൂളിൽ പോരുന്നില്ലേ? നിങ്ങൾ പൊക്കോ, ഞാൻ ഇപ്പൊ വന്നേക്കാം. തോമസ് എന്താ ലേറ്റ് ആകുന്നത്? എന്നും നേരത്തെ വരുന്നതാണല്ലോ. എന്റെ പൊന്നെ, ഞാൻ നിന്നെ നോക്കി മടുത്തു. വാ, നമുക്ക് ഇവിടെ ഇരിക്കാം. എടാ തോമസേ, പിന്നെ ഒരു കാര്യമുണ്ട്. പ്ലാസ്റ്റിക് കുപ്പി വെച്ച പൈസ കൊണ്ട് വാച്ച് വാങ്ങാൻ തിരിയില്ല കേട്ടോ. കഷ്ടായി പോയി. ഇനി എന്തു ചെയ്യാനാ? എനിക്കൊരു ഐഡിയ തോന്നുന്നു. അപ്പുറത്തെ ചാക്കോ ചേട്ടന്റെ പറമ്പിൽ ഇഷ്ടം പോലെ ചുള്ളിവറ കിടപ്പുണ്ട്. ചേട്ടനോട് ചോദിച്ചിട്ട് നമുക്കതെടുക്കാം. നല്ല പൈസ കിട്ടും. ശരിയാ, നാളെ ശനിയാഴ്ചയല്ലേ? രാവിലെ തന്നെ നമുക്ക് പോയേക്കാം. എടാ, ബെല്ലടിച്ചു, ഓടിപ്പോകാം. വിറക് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഓ, നല്ല വെയിലല്ലേ, മടുത്തു. ചേട്ടാ, ഈ വിറകൊന്ന് വാങ്ങാവോ? എടാ പിള്ളേരെ, വിറകിന് എന്താ വില? ചേട്ടന് ഇഷ്ടമുള്ളത് തപ്പാ മതി. ഇത് വിറ്റിട്ട് എന്ത് വാങ്ങാനാ? ഞങ്ങൾക്കൊരു വാച്ച് വാങ്ങണം. ഞങ്ങൾ 20 കെട്ട് വിറക് പറക്കി വെച്ചിട്ടുണ്ട്. എങ്കിൽ ആ വിറകെല്ലാം ഇവിടെ കൊണ്ടുവന്ന് ഇട്ടേരെ.
പച്ചമുളക് പെറുക്കി വെച്ചതിന്റെ പൈസ തരാമെന്ന് മത്തായി ചേട്ടൻ പറഞ്ഞത്. അതെ, എത്ര കഷ്ടപ്പെട്ട് നമ്മൾ പറക്കിയതാ. ഇപ്പോൾ തന്നെ അതും പോയി വാങ്ങണം. എന്നിട്ട് എല്ലാം കൂടി നമുക്ക് എണ്ണി നോക്കണം. രൂപയുണ്ട്. നല്ല സൂപ്പർ വാച്ച് വാങ്ങാം. നാളെ ക്രിസ്മസ് അല്ലേ? ഇന്ന് ഉച്ച കഴിഞ്ഞ് പപ്പായെയും കൂട്ടി വാച്ച് വാങ്ങാൻ പോകണം. തോമസേ, ഇന്നലെ ഞാനൊരു സ്വപ്നം കണ്ടു. എന്താ നിന്റെ സ്വപ്നം? നമ്മൾ രണ്ടുപേരും കൂടി സ്മാർട്ട് വാച്ച് കിട്ടി പള്ളിയിൽ പോകുന്നത്. സംഭവിക്കാൻ പോകുന്ന കാര്യമല്ലേ? ഞാൻ ഇപ്പോഴാ ഒരു കാര്യം ഓർത്തത്. നമ്മുടെ ക്ലാസ്സിലെ മിനുക്കുട്ടി കുറെ നാളായില്ലേ സ്കൂളിൽ വന്നിട്ട്. അവളുടെ അച്ഛൻ അസുഖമാണെന്ന് ടീച്ചർ നമ്മളോട് പറഞ്ഞതല്ലേ? അവളുടെ വീട്ടിലൊന്ന് പോയാലോ? എങ്കിൽ നമുക്ക് ഇപ്പോൾ തന്നെ പോയേക്കാം. ഉച്ച കഴിയുമ്പോൾ നമുക്ക് വാച്ച് വാങ്ങാൻ പോകണ്ടേ? മിനുക്കുട്ടി, മിനുക്കുട്ടി, അച്ഛന്റെ പനി കുറഞ്ഞില്ലേ? കുറേ ദിവസമായിട്ട് അച്ഛൻ ആശുപത്രിയിലായിരുന്നു. ഇന്നലെയാണ് വീട്ടിൽ വന്നത്. ഇപ്പോൾ വീണ്ടും പനി കൂടി. അമ്മയുടെ കയ്യിൽ പൈസയൊന്നുമില്ല. ആരോടെങ്കിലും കടം വാങ്ങാനായി അമ്മ പോയതാണ്. കിട്ടുമോ എന്ന് അറിയില്ല. കാരണം മേടിച്ചതൊന്ന് തിരിച്ചു കൊടുക്കാൻ എന്റെ അമ്മയ്ക്ക് ഇതുവരെ സാധിച്ചില്ല. നീ കരയണ്ട, ഞങ്ങൾ ഇപ്പോൾ വരാം. ഇവിടെ തന്നെ നിൽക്കണേ. ഈ ബോക്സിൽ 4000 രൂപയുണ്ട്. അമ്മ വരുമ്പോൾ അച്ഛനെ വേഗം ആശുപത്രി കൊണ്ടുപോകാൻ പറയണം. ഞങ്ങൾ പ്രാർത്ഥിച്ചോളാം. കഴിഞ്ഞ ക്രിസ്മസിന് ടീച്ചർ പറഞ്ഞ കാര്യം നീ ഓർക്കും? ഞാൻ എല്ലാം മറന്നുപോയി. പ്രിയ കുട്ടികളെ, ക്രിസ്മസ് സ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും പങ്കുവയ്ക്കലിന്റെയും ആഘോഷമാണ്. ഏറെ ത്യാഗത്തോടെ നാം സമ്പാദിച്ചതെല്ലാം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുമ്പോൾ ഈശോ നമ്മുടെ ഹൃദയത്തിലും ജീവിക്കും. അപ്പോൾ ക്രിസ്തുമസ് നമുക്ക് ജീവിക്കുന്ന ഒരനുഭവമാവും. ശരിക്കും പറഞ്ഞാൽ ഉണ്ണീശോ പുൽക്കൂട്ടിലല്ല, നമ്മുടെ ഹൃദയത്തിൽ പിറന്ന ദിവസമാണ് ക്രിസ്മസ്. യേശുവേ